കന്നഡ വ്യാപാര രംഗത്ത് 4 പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി AJ ഒപ്റ്റിക്കൽസ്. എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു. AJ ഒപ്റ്റിക്കൽസ്, ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ്, ഓട്ടുപാറ. ഫോൺ നമ്പർ 6282021099. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നു. വോട്ടിംഗ് സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ വെച്ചാണ് മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് സാമഗ്രികൾ വിതരണം നടന്നത്. എല്ലാ പ്രവർത്തനങ്ങളും സുഗമമായി മുന്നോട്ടു പോകുന്നതായി കുന്നംകുളം നിയോജക മണ്ഡലം അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ സുനിൽ പറഞ്ഞു. ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രോഗ്രാമാണ് ഡിസ്ട്രിബ്യൂഷനും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 25 നമ്മൾ കുന്നംകുളത്തിലെ LICയിലത്തെ 174 ബൂത്തിലെ പോളിംഗ് സ്റ്റാഫിന് വേണ്ടി നമ്മൾ സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോഗ്രാം കാലത്ത് നമ്മൾ 7 മണിക്ക് തുടങ്ങി. 7 മണിക്ക് തുടങ്ങിയതിന് ശേഷം നമുക്കിപ്പോൾ പോളിംഗ് പാർട്ടി വന്ന് അവരുടെ രജിസ്ട്രേഷൻ, അതുമായി ബന്ധപ്പെട്ടുള്ള ഇവരുടെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള കവറുകൾ കൊടുക്കൽ, മെഷീൻ കൊടുക്കുന്നത്, അങ്ങനെ തന്നെ ബോൾ മാനേജർ ആപ്പ് റിസർച്ച് ചെയ്യുന്നത്, ASD ആപ്പ്, ഇതെല്ലാം ആദ്യം വന്ന വഴിക്ക് തന്നെ റിസർച്ചിങ് ഓഫീസർമാർ വന്ന വഴിക്ക് നമ്മൾ ബോൾ മാനേജറിൽ അവരെ കൊണ്ട് രജിസ്റ്റർ ചെയ്യിക്കുന്നു. അത് തുടക്കി തിരിച്ചു വരുന്നത് വരെയുള്ള അപ്ഡേഷന് വേണ്ടിയിട്ടാണ് പോൾ മാനേജർ. അപ്പോൾ അത് പ്രകാരം നമ്മൾ ഫസ്റ്റ് അത് കഴിഞ്ഞ് പിന്നീട് നമുക്ക് ഇതൊരു രജിസ്ട്രേഷനാണ്. രജിസ്ട്രേഷൻ ചെയ്തിട്ട് ആ ടീമിനെ സെലക്ട് ചെയ്തുകൊണ്ട് പിന്നെ 174 ഒരു ടീമിൽ 4 പേര് വെച്ചിട്ട് 174 പേര് ബൂത്തിലേക്കാണ് നമ്മളിന്ന് സജ്ജീകരിച്ചിരിക്കുന്നത്. അതുപ്രകാരം നമ്മൾ ഈ ഓരോ ടീമിനെ സെലക്ട് ചെയ്തുകൊണ്ട് അവർക്ക് ഇതിൽ സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. EVM മെഷീനും മറ്റുള്ള അനുബന്ധമായിട്ടുള്ള രേഖകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഏകദേശം 12 മണി, മാക്സിമം 12 മണി. പിന്നീട് കുറച്ച് റിസർവ് ടീമുകളുണ്ട്, അതായത് നമുക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ റിസർവിൽ നിന്ന് എടുത്തിട്ട് കൊണ്ടുപോകുന്ന അതാണ് പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാലും മാക്സിമം 12 മണി, 1 മണിക്കൂർ നിശ്ചയമാകാം. 2 മണിയാകുമ്പോഴേക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള ബൂത്തിൽ വന്ന് അതിൻ്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് തുടങ്ങാം. നാളേക്കുള്ള ഇലക്ഷൻ്റെ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് അവർക്ക് അവരുടെ പ്രാഥമികമായിട്ടുള്ള അവരുടെ പ്രൊസീജിയർ ചെയ്യാൻ വിതരണത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല. കാര്യമായിട്ട് നമുക്ക് പ്രതീക്ഷിച്ചേക്കാൾ കുറച്ചുകൂടി ഈസി ആയിട്ടാണ് നമ്മൾ ചെയ്തത്. പിന്നെ ഫസ്റ്റ് സമയത്ത് ഓരോ ക്രൗഡ് അത് സ്വാഭാവികമായിട്ടും വരുന്നതാണ്. ഇപ്പോൾ 124x4 പ്ലസ് റിസർവ്, അപ്പോൾ അത്രയും 826ഓളം പേര് അറ്റ് എ ടൈം വന്നു പോകുന്നു എന്നുള്ള രീതിയിൽ മാത്രമല്ല. പക്ഷേ നമുക്കത് വളരെ സ്മൂത്തായിട്ട് പോകാൻ കഴിഞ്ഞു. വളരെ നമുക്ക് എന്താ പറയുക, പ്രതീക്ഷിച്ചേക്കാൾ കൂടുതൽ ഈസി ആയിട്ട് പോയി. പിന്നെ മാത്രമല്ല ഇവർക്ക് EDC, ഇവർക്ക് ഇലക്ഷൻ ഡ്യൂട്ടി ഇതേ മണ്ഡലത്തിൽ നമുക്ക് ആലത്തൂർ HPCയിൽ എവിടെയും വർക്ക് ചെയ്യുന്നത്, കുന്നംകുളത്ത് വോട്ടുള്ളവരും അതേമാതിരി തന്നെ ചിറ്റൂർ വരെ വർക്ക് ചെയ്യുന്നവർക്കും EDC ആണ്, പോസ്റ്റൽ ബാലറ്റ് അല്ല. അതുകൂടി നമുക്കിവിടെ, അതായത് വടക്കാഞ്ചേരി ചേലക്കരയ്ക്കുള്ളത് അവർ നമുക്ക് വന്ന് അത് കളക്ട് ചെയ്ത് വിട്ട് അതുകൂടി കൊടുക്കുന്നു. പിന്നെ ഈ പോസ്റ്റൽ ബാലറ്റുകാർക്ക് ഇന്നും ഒരു ദിവസം കൂടി ഫെസിലിറ്റേഷൻ സെൻറ്റർ ഇവിടെ വെച്ചിട്ടുണ്ട്. അതും ആൾക്കാർ ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. എല്ലാം ഭംഗിയായിട്ട് നടന്നുകൊണ്ട് പോകുന്നു. കുന്നംകുളം മണ്ഡലത്തിൽ എത്ര പ്രശ്നബാധിത ബൂത്തുകളുണ്ട്? 2 ബൂത്താണ് നമുക്കുള്ളത്. കടങ്ങോട് വില്ലേജിലെ 112, 113 2 ബൂത്തുകളാണ്. അവിടെ പ്രത്യേകിച്ച് അതിൽ നമുക്ക് സ്പെഷ്യൽ കെയർ, അതിൽ നമുക്കിപ്പോൾ ഒരു പ്രൊസീജിയർ പോലീസിൻ്റെ ഉണ്ട്. അപ്പോൾ 2019 ലോക്സഭാ ഇലക്ഷനിൽ ബൂത്തുമായി ബന്ധപ്പെട്ടില്ല, ആ വില്ലേജിൽ നടന്നൊരു വിഷയത്തുമായി ബന്ധപ്പെട്ടിട്ടാണ് അത് വന്നിരിക്കുന്നത്. അതിന് നമ്മളിപ്പം ജനറൽ ഒബ്സർവർ വന്ന് വെരിഫൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, പോലീസ് ഒബ്സർവർ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പോലീസിൻ്റെ തന്നെ നമ്മൾ ARO പോലീസുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തനം നടത്തുന്നുണ്ട്. അതിലിപ്പോൾ സെൻട്രൽ പോലീസ് ഓൾറെഡി ഉണ്ടാവും. പിന്നെ അതിന് സെപ്പറേറ്റ് മൈക്രോ ഒബ്സർവർ ഉണ്ടാവും, വീഡിയോ സെപ്പറേറ്റ് ഉണ്ടാവും, വെച്ചാൽ ഫോട്ടോഗ്രാഫേഴ്സ്. എത്ര ആളുകളുണ്ട് ഈ നമ്മുടെ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് കുന്നംകുളത്ത് മാത്രം? കുന്നംകുളത്ത് നമുക്ക് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു പോളിംഗ് 4 ഒഫീഷ്യൽസ്, പിന്നെ ഒരു പോലീസ് ഉണ്ടാവും, പിന്നെ മൈക്രോ ഒബ്സർവർ ഉണ്ടെങ്കിൽ എല്ലാ ബൂത്തിലും ഉണ്ടാവില്ല. അപ്പോൾ അത്രയും സ്ട്രെങ്ത്താണുള്ളത്. ഏകദേശം അത് മാത്രമല്ല റൂട്ട് ഓഫീസർമാർ, അങ്ങനെയുള്ള സെക്ടർ ഓഫീസർമാർ, ഇവരെല്ലാം കൂടി ഒരു 1000-1200ഓളം പേര് നമുക്ക് ടോട്ടൽ ഇതുമായി പ്രവർത്തനമായി ബന്ധപ്പെട്ട് ഡയറക്റ്റായിട്ട് വരുന്നു. ഇൻഡയറക്റ്റായിട്ട് വീണ്ടും ഒഫീഷ്യൽസ്, നമ്മളെ മേലെ ARO സ്റ്റാഫ്, അതൊക്കെ വേറെ. അപ്പോൾ അത്രത്തോളം പേരുണ്ട്. ഏറ്റവും ശ്രമകരമായിട്ടുള്ള പണികളാണ്, മാസങ്ങളായിട്ട് ചെയ്തു വരുന്നതാണ്. എന്തായാലും ഇന്നേ വരെ ഇതുവരെയുള്ളതെല്ലാം സ്മൂത്തായി ഭംഗിയായിട്ട് പോയിട്ടുണ്ട്. എല്ലാം ഓക്കെയാണ്.